അഷ്ടമുടിക്കായലിലെ മത്സ്യസമ്പത്ത് നശിപ്പിച്ച് വിനാശകരമായ മത്സ്യബന്ധനം വ്യാപകം. ചീനവലകളിൽ ഹൈ വോൾട്ടേജ് ലൈറ്റ് ഉപയോഗിച്ചാണ് ചെറുമത്സ്യങ്ങളെ വരെ കോരിയെടുക്കുന്നത്. ചീനവലകളിൽ അഷ്ടമുടിക്ക് മരണമണി മുഴങ്ങുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ കണ്ണടയ്ക്കുകയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. അഷ്ടമുടിക്കായലിലൂടെയുള്ള യാത്രയിൽ മുഖ്യ ആകർഷണമാണ് തലയുയർത്തി നിൽക്കുന്ന ചീനവലകൾ. നമ്മുടെ കണ്ണുകൾക്ക് ആകർഷകമെങ്കിലും കായലിന്റെ അന്തകരാണിവർ. മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ചീനവലകൾ. ഫിഷറീസ് വകുപ്പിന്റെ കണക്ക് പ്രകാരം 1233 ചീനവലകൾ അഷ്ടമുടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയിൽ രജിസ്ട്രേഷനുള്ളത് 126 എണ്ണത്തിന് മാത്രം. അതായത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ചീനവലകളുടെ എണ്ണം 1107. നടപടി സ്വീകരിക്കാതെ അധികൃതർ കണ്ണടയ്ക്കുന്നു. ഇനി കാണേണ്ടത് ഉദ്യോഗസ്ഥരുടെ തണലുപറ്റി അനധികൃത ചീനവലക്കാർ നടത്തുന്ന മത്സ്യചൂഷണമാണ്. ഹൈ വോൾട്ടേജ് ലൈറ്റ് ചീനവലകളിൽ സ്ഥാപിച്ച വിനാശകരമായ മത്സ്യബന്ധനം. കരിമീൻ ലെയറിൽ ആകർഷിക്കപ്പെടും എന്നതാണ് ചീനവലക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ പിടിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ചെറുമത്സ്യങ്ങൾ വരെ ഇതുമൂലം ചീനവലയിൽ കുടുങ്ങും. ഒരു ദിവസം എത്ര വല പിടിക്കുമെന്ന് അറിയാനൊക്കത്തില്ല. കൊഞ്ചും മീനും വരുന്ന പോലെ അവർ എപ്പോഴും പിടിക്കും. അല്ലെങ്കിൽ അവരൊരു 25 വലയെ കൂടുതൽ പിടിക്കത്തില്ല, മീൻ ഒന്നും ഇല്ലെങ്കിൽ. മീനും കൊഞ്ചൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അവർ ദിവസം 100 വലയെ കൂടുതൽ പിടിക്കും. മറ്റ് സ്ഥലത്തോട്ട് വഴി മാറാനുള്ള സാഹചര്യം കൊടുക്കുന്നില്ല ഈ മീനൊന്നും. ശ്രമിച്ചു വരുന്നതുകൊണ്ട് തന്നെ അവരങ്ങ് നശിപ്പിക്കുകയാണ് പറ്റിയ വല വെച്ച്. ചീനവലകൾക്ക് പുറമെ പടലും തൂപ്പും എന്നറിയപ്പെടുന്ന വലകളും കായലിന്റെ മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കുന്നു. വട്ടത്തിൽ വലകൾ സ്ഥാപിച്ച് അതിൽ ഇലകൾ കൊണ്ട് നിറയ്ക്കും. ഇലകളുടെ അടിയിലേക്ക് മത്സ്യം കൂട്ടത്തോടെ എത്തും. ചില മത്സ്യങ്ങൾ മുട്ടയിടുന്നത് പോലും ഇത്തരം ഇലകൾക്കിടയിലാണ്. ഈ മീൻപിടുത്തവും അഷ്ടമുടിക്കായലിന്റെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്നു. ഇവയെ നീക്കം ചെയ്യുമെന്ന് അധികൃതർ പറയുന്നെങ്കിലും അഷ്ടമുടിക്കായൽ ഇവ ഇപ്പോഴും വ്യാപകമാണ്. ജൈവസമൃദ്ധിയിൽ സമ്പന്നമായിരുന്നു അഷ്ടമുടിക്കായൽ. 77ഓളം ഇനം മത്സ്യമുണ്ടായിരുന്ന അഷ്ടമുടിക്കായലിൽ ഇപ്പോൾ 22ഓളം ഇനം മത്സ്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഫിഷറീസ് വകുപ്പ് ഇടപെട്ടേ മതിയാകൂ. അനധികൃതമായ മത്സ്യബന്ധനവും ചീനവലകളുമാണ് ഇതിന് കാരണം. ക്യാമറാമാരായ അഭിലാഷിനും സിറിലിനുമൊപ്പം ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.